ഇന്ദ്രനീലം. രചന അലീന ജോൺ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വർഷയും മരിച്ചാണെന്ന് ഇവിടെ എല്ലാവരും കരുതി. അപ്പൊ എന്റെ അമ്മയും മരിച്ച അങ്ങനെയാണോ? വർഷയുടെ മുഖത്ത് ദൃശ്യമായ ദുഃഖം കണ്ട് അനിരുദ്ധിനും ദുഃഖം തോന്നി. ആണെന്ന് ഇവര് വിശ്വസിക്കുന്നു. അനിരുദ്ധ് പറഞ്ഞു. അനിരുദ്ധിന് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? ഇല്ല, എനിക്കിതൊക്കെ വിഡിത്തായിട്ടാ തോന്നിയിട്ടുള്ളത്. ഞാൻ ഇടയ്ക്കിടെ വരുന്ന അച്ഛമ്മയെന്ന് കാണാനും പിന്നെ എറണാകുളത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് കുറച്ച് ദിവസം ഒരു മോചനം കിട്ടാനുമാ. ഇവരുടെ പഴഞ്ചൻ ആചാരാനുഷ്ഠാനങ്ങൾ കണ്ട് മനസ്സ് മടക്കുമ്പോൾ ഞാൻ തിരിച്ചു പോകും. അനിരുദ്ധ എപ്പോൾ തിരിച്ചു പോകും? എന്തേ, എന്നെ തിരിച്ചയക്കാൻ ധൃതിയായോ? ഏയ് ഇല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നാളെ തിരിച്ചു പോകാന്ന് കരുതിയതാ. പക്ഷെ ഇപ്പോ പോകാൻ തോന്നുന്നില്ല. അതെന്താ? വർഷോറ, ഞാൻ നാളെ തന്നെ തിരിച്ചു പോകണോ? അനിരുദ്ധ പ്രതീക്ഷയോടെ ചോദിച്ചു. വർഷം ഒന്ന് പുഞ്ചിരിച്ചു. അനിരുദ്ധിന് ഇഷ്ടമുള്ള പോലെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് വർഷ തന്റെ മുറിയിലേക്ക് നടന്നു. തൽക്കാലം ഞാൻ പോകുന്നില്ല കേട്ടോ, അനിരുദ്ധ് ബാർക്കിൽ നിന്ന് വിളിച്ചു പറയുന്ന കേട്ട് വർഷ ചിരിച്ചു. വീണ്ടും ശാന്തമായ മനസ്സോടുകൂടി വർഷ ഉറങ്ങാനായി കിടന്നു. അന്ന് രാത്രി ദുസ്വപ്നങ്ങളൊന്നും വർഷയെ വേട്ടയാടിയില്ല. പിറ്റേന്ന് രാവിലെ വർഷയും അച്ഛനും കൂടി പണ്ട് അച്ഛനും അമ്മയും താമസിച്ചിരുന്ന ആ കൊച്ചു വീട് കാണാനായി പുറപ്പെട്ടു. സൂര്യൻ കിഴക്കുതിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഭൂമി ചൂടുപിടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങിങ്ങായി തെങ്ങിൻ തോപ്പുകളും നെൽവയലുകളും പലയിനം പച്ചക്കറി കൃഷിയിടങ്ങളും കാണാമായിരുന്നു. ഇരുവശത്തും പച്ചപ്പുല്ലുകൾ പിടിച്ചു നിൽക്കുന്ന തുമ്പയും തൊട്ടാവാടിച്ചെടിയും മുക്കുറ്റിയും തല ഉയർത്തി നിൽക്കുന്ന നാട്ടുവഴിയിലൂടെ കുറച്ചു നേരം വർഷയും അച്ഛനും നടന്നു. വഴിയിൽ വെച്ച് അച്ഛൻ പഴയ പല പരിചയക്കാരെയും കണ്ടു. അല്പനേരം അവരോടൊക്കെ പേരിന് മാത്രം കുശലം പറഞ്ഞിട്ട് അച്ഛനും മകളും തങ്ങളുടെ യാത്ര തുടർന്നു. അച്ഛനും മകളും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. കാടും പടലും പിടിച്ചു കിടക്കുന്ന ഓടിയിട്ടൊരു കൊച്ചു വീട്. ആ വീടിന്റെ തുരുമ്പെടുത്ത് ദ്രവിച്ച ഗേറ്റ് വർഷയുടെ അച്ഛൻ തുറന്നു. കരകരാ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഗേറ്റ് തുറക്കപ്പെട്ടു. വർഷയും അച്ഛനും വീടിന്റെ പൊടിയും ചെളിയും പിടിച്ചിടക്കുന്ന വരാന്തയിലേക്ക് കയറി. വരാന്തയിൽ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ ഫോട്ടോ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. വർഷ ആ ഫോട്ടോയിലേക്ക് അല്പനേരം നോക്കി നിന്നു. തന്റെ അമ്മ സുന്ദരിയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തമ്പുരാട്ടിക്കുട്ടിയല്ലെന്ന് ആരും പറയില്ല, അത്ര സുന്ദരിയായിരുന്നു തന്റെ അമ്മ. അമ്മയെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം പോലും തനിക്ക് ഉണ്ടായില്ലല്ലോ, വർഷ ചിന്തിച്ചു. വീടിന്റെ പ്രധാന കവാടം തുറന്ന ശേഷം അച്ഛൻ തട്ടി വിളിച്ചപ്പോൾ വർഷ ചിന്തകളിൽ നുണർന്നു. വീടിന്റെ അകം കാണണ്ടേ മോളെ? വേണം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ വീടിനകത്തേക്ക് കയറി. ഒരു സ്വീകരണ മുറിയും 2 കിടപ്പുമുറിയും ഒരു അടുക്കളയുമുള്ള കൊച്ചു വീടായിരുന്നു അത്. വർഷ മുറികൾ ഓരോന്നായി കണ്ടു. ഇടറുന്ന ശബ്ദത്തോടെ അച്ഛൻ പറഞ്ഞു തുടങ്ങി. ഇവിടെ വെച്ചാ മോള് ജനിച്ചതും അമ്മ അവസാന ശ്വാസം. എന്നാൽ ബാക്കി പറയാൻ അച്ഛന് സാധിച്ചില്ല. മോളെല്ലാം ഒന്ന് ചുറ്റിക്കാണ്, അച്ഛൻ പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ് വർഷയുടെ അച്ഛൻ മുറിക്ക് പുറത്തിറങ്ങി. വർഷ ആ മുറി ആകമാനൊന്ന് വീക്ഷിച്ചു. മാറാല പിടിച്ച് നിറം മങ്ങിയ ചുമരുകളുള്ള മുറിയുടെ നടുക്ക് പൊടി പിടിച്ച ചിതലരിച്ച ഒരു കട്ടിൽ. ആ കട്ടിലേക്ക് നോക്കിയതും വർഷയുടെ കൺമുമ്പിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു. സുന്ദരിയായ ഒരു യുവതി ആ കട്ടിൽ കിടക്കുന്നു. എന്നാൽ ആ യുവതിയുടെ ശരീരത്തിന് ചലനമില്ല. കണ്ണുകൾ തുറപ്പിച്ച് വാ പിളർന്ന് കിടക്കുന്നു. ശ്വാസം കിട്ടാതെ മരിച്ചതിന്റെ ലക്ഷണങ്ങൾ ആ മുഖത്ത് ദൃശ്യമായിരുന്നു. ആ യുവതിയെ വർഷ അത്യധികം വേദനയോടെ തിരിച്ചറിഞ്ഞു. അത് തന്റെ അമ്മയാണ്. കട്ടിലിനരികിൽ വെറും നിലത്ത് മറ്റൊരു മൃതദേഹം കിടക്കുന്നു. തന്റെ അമ്മയുടെ പ്രസവെടുക്കാൻ വന്ന വയറ്റാട്ടിയുടെ മൃതദേഹമായിരുന്നു അത്. നീലിച്ച് കിടക്കുന്ന മൃതദേഹം. ലക്ഷണങ്ങൾ കണ്ടിട്ട് മരണം സംഭവിച്ച് സർപ്പദംശത്താലാവണം. അമ്മയുടെ ചലനമറ്റ ശരീരത്തിനരികിലായി വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു പിഞ്ചു കുഞ്ഞ്. ആ കുഞ്ഞ് താനാണ്. ആ കുഞ്ഞിന്റെ തലക്കരികിലായി രക്ഷകനെന്നോ ശിക്ഷകനെന്നോ നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന കരിനാഗം. തന്റെ അച്ഛൻ മുറിയിലേക്ക് കടന്നു വരുന്നു. അമ്മയുടെ ചലനമറ്റ ശരീരം കണ്ട് അച്ഛൻ അലറി കരയുന്നു. കുഞ്ഞിന്റെ തലക്കരികിലായി ഫണം വിടർത്തി നിൽക്കുന്ന ആപത്ത് കണ്ട് അച്ഛന് സ്ഥലകാലബോധം തിരിച്ചു കിട്ടുന്നു. അച്ഛൻ കുഞ്ഞിനടുത്തേക്ക് നടന്നെടുക്കുന്ന കണ്ട് തന്റെ കർത്തവ്യം നിർവഹിച്ച പോലെ കരിനാഗം പുറത്തേക്ക് ഇഴഞ്ഞു പോകുന്നു. അച്ഛൻ കുഞ്ഞിനെ തന്റെ ഇരുകൈകളിലും കോരിയെടുത്ത് കരയുന്നു. മോളെ, അച്ഛന്റെ വിളി വർഷയെ വർത്തമാനകാലത്തേക്ക് തിരികെ കൊണ്ടുവന്നു. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? മോളെയും കാത്ത് അച്ഛൻ പുറത്തേക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായിരിക്കണം. വീട് കണ്ട് കഴിഞ്ഞില്ലേ? എങ്കിൽ പോവാം. അപ്പൊ തന്റെ അമ്മ തന്റെ ജനനത്തോടെ പ്രസവ സംബന്ധമായ അസുഖം മൂലമല്ല മരിച്ചത്, മറിച്ച് അതൊരു കൊലപാതകമായിരുന്നു. ആരോ തന്റെ അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. ശ്വാസം കിട്ടാതെ അമ്മ പിടഞ്ഞതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. ആരായിരിക്കും ഈ കൊടുംക്രൂരത ചെയ്ത്? എന്തിനു വേണ്ടിയായിരിക്കും? കരിനാഗൻ തന്നെ അപായപ്പെടുത്താനല്ല, സംരക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന് തോന്നുന്നു. അച്ഛന്റെ കൂടെ വർഷ വീടിന് പുറത്തിറങ്ങി. കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിലൂടെ അച്ഛൻ വർഷയെ നയിച്ചു. അച്ഛനും അമ്മയും വർഷയുടെ അമ്മ ഉറങ്ങുന്ന അസ്ഥിത്തറയ്ക്ക് മുമ്പിലെത്തി. ഇവിടെയാ മോളുടെ അമ്മ ഉറങ്ങുന്നത്, അസ്ഥിത്തറയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. ക്രിസ്ത്യാനിയായ അമ്മ ഹൈന്ദവ സമുദായത്തിലെ ഒരു ഉന്നത കുലജാതനെ വിവാഹം കഴിച്ചതോടെ ക്രൈസ്തവ സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അതിനാൽ പള്ളിപ്പറമ്പിൽ അമ്മയെ അടക്കം ചെയ്യാൻ സാധിക്കില്ലെന്ന് പള്ളിക്കാർ തീർത്ത് പറഞ്ഞു. വേറെ വഴിയില്ലാത്തതിനാൽ ഹൈന്ദവ ആചാരപ്രകാരം അമ്മയെ ദഹിപ്പിച്ച ശേഷം ചിതാഭസ്മയുടെ അടക്കം ചെയ്യുകയായിരുന്നു. അച്ഛന്റെ കയ്യിൽ കരുതിയിരുന്ന കുഞ്ഞു വിളക്ക് അസ്ഥിത്തറയ്ക്ക് മുമ്പിൽ വെച്ച ശേഷം തിരിയിട്ട് എണ്ണയൊഴിച്ചു. മോളി വിളക്ക് കത്തിച്ച് അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാനായി പ്രാർത്ഥിക്കുക.
ഒരു കൂടി തീപ്പെട്ടി വർഷയുടെ നേരെ നീട്ടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. വർഷ ആ തീപ്പെട്ടി വാങ്ങി വിളക്കിന്റെ തിരി കൊളുത്തി. അമ്മയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് അമ്മയുടെയും മകൾ കണ്ടുപിടിക്കും. അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്ത ശേഷം ഈ വർഷം തിരിച്ചു പോകും. അമ്മയുടെ ആത്മശാന്തിക്കായി ഈ മകൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മാത്രം അത് ഈ മകൾ ചെയ്യും. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. വർഷ തന്റെ മിഴികളടച്ച് പ്രാർത്ഥിച്ചു. പോവാച്ച. പ്രതികാര ചൂടിൽ പുകഞ്ഞു കലങ്ങിയ മിഴികൾ പൊടിഞ്ഞ 2 തുള്ളി കണ്ണുനീർ തുടച്ചുകൊണ്ട് വർഷ പറഞ്ഞു. മോള് മുന്നോട്ട് നടന്നോളൂ, അച്ഛൻ വാതിൽ കൂട്ടിയിട്ട് വരാം. തിരികെ പോകും മുമ്പ് വർഷ ഒരിക്കൽ കൂടി ആ വീടും പരിസരവും കണ്ണുനിറയെ കണ്ടു. തിരികെ നടന്നപ്പോൾ അച്ഛനും മകളും അധികം സംസാരിച്ചില്ല. രണ്ടുപേരുടെയും മനസ്സിൽ ഒരേ മുഖമായിരുന്നു തെളിഞ്ഞു നിന്നത്. അച്ഛന്റെ മനസ്സിൽ സ്നേഹത്താൽ തന്നെ വീർപ്പ് മുട്ടിച്ചിരുന്ന തന്റെ പ്രിയ ഭാര്യയുടെ സുന്ദര വദനം, തന്റെ പ്രിയതമയോട് ചെലവഴിച്ച ദിനരാത്രങ്ങളുടെ മധുര സ്മരണകൾ. വർഷയുടെ മനസ്സിൽ തന്റെ അമ്മയുടെ സ്ത്രീത്വം തുളുമ്പുന്ന മുഖം, നഷ്ടസ്വർഗമായ മാതൃസ്നേഹത്തിന്റെ ചലനമറ്റ മുഖം. മോഹമായ മടക്കയാത്ര ഇല്ലത്തിന്റെ പടിപ്പുരയിൽ അവസാനിച്ചു. പടിപ്പുരയിൽ വെച്ച് ശങ്കരമാമ അച്ഛനോട് ചോദിച്ചു. ശേഖര, നീ ഇന്ന് തിരികെ പോവാണെന്ന് നേരത്തെ പറഞ്ഞുല്ലോ. അതേ ശങ്കരമാമേ, ഞാനിന്ന് തിരിച്ചു പോകും. ഈ കുട്ടിയെ കൊണ്ടുപോകണ്ടോ? ഇല്ല, ഇവൾക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ശങ്കരമാമ എവിടേക്കാ? ഒന്ന് കവല വരെ പോവാ. ശരി, ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. ആ ആയിക്കോട്ടെ. വർഷയുടെ അച്ഛൻ ഇല്ലത്തേക്ക് പ്രവേശിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞ് വർഷയുടെ അച്ഛമ്മയുടെ യാത്ര പറഞ്ഞ ശേഷം വർഷയുടെ അച്ഛൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. വർഷ കിഴക്കിനിയിലെ ആട്ടുകെട്ടിൽ ഓരോന്ന് ആലോചിച്ചിരുന്നു. കുട്ടിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോ? ഏയ് ഇല്ല മുത്തശ്ശ, ഇവിടുത്തെ പഴങ്കഥകൾ മുത്തശ്ശനോട് ചോദിച്ചാലോ? വർഷ ചിന്തിച്ചു. എന്താ കുട്ടിയെ മുഖത്തൊരു ചോദിച്ചിഹ്നം ദർശിക്കണത്? അത് ചോദിച്ചോളൂ, ആമാന്തിക്കണ്ട. ഇന്നലെ കാവിലെ പാല കൂത്തില്ലേ, കരിനാഗം പ്രത്യക്ഷപ്പെട്ടില്ലേ, അതൊക്കെ എന്തുകൊണ്ടാ? ആ, അതൊരു വലിയ കഥയാ. കഥകൾക്ക് എനിക്കിഷ്ടാ. എങ്കിൽ പിന്നെ ഇവിടെ വന്നിരിക്കെ, ഞാൻ പറഞ്ഞുതരാം. വർഷ മുത്തച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു. ഏകദേശം ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇല്ലത്തെ സർപ്പക്കാവ് പൊളിച്ചു മാറ്റി അവിടെ ഒരു സൗധം പണിയാൻ അന്നത്തെ ധാർഷ്ട്യക്കാരനായ വലിയ കാർന്നൂര് തീരുമാനിച്ചു അത്രേ. സർപ്പക്കാവ് പൊളിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കാനായിരുന്നു വലിയ കാർന്നൂരുടെ ഉദ്ദേശം. എന്നാൽ സർപ്പക്കാവ് പൊളിച്ചു മാറ്റുന്നത് പല അനർത്ഥത്തിനും സർപ്പകോപത്തിനും കാരണമാവും. ആ കാലത്ത് ആയില്യം നക്ഷത്രത്തിൽ ഭൂജാതയായ 17-കാരി കാർത്യായനി തമ്പുരാട്ടിക്കുട്ടി നാഗത്തറയ്ക്ക് പിന്നെയുള്ള ആൽമരത്തിൽ ചുറ്റിപ്പിടിച്ച് നിന്ന് കരഞ്ഞുത്രേ. തമ്പുരാട്ടിക്കുട്ടിയുടെ ചുടുചോറിൽ ചവിട്ടിയ കാവ് തീണ്ടാനൊക്കുന്ന കാർത്യായനി തമ്പുരാട്ടി തീർത്ത് പറഞ്ഞോടെ കാർന്നൂര് ധർമ്മസങ്കടത്തിലായി. ബ്രഹ്മഹത്യ പോലെ സ്ത്രീഹത്യയും പാപാണല്ലോ. അതിനാൽ തൽക്കാലം കാവ് പൊളിക്കേണ്ടെന്ന തീരുമാനത്തിൽ കാർന്നൂരെത്തി. ആ പെൺകുട്ടിയുടെ ധൈര്യത്തിൽ പ്രസാദിച്ച നാഗരാജൻ പ്രത്യക്ഷപ്പെട്ട് അവൾ അനുഗ്രഹിച്ചു. ഇല്ലത്തിന്റെ അധികാരം ആയില്യം നാളിൽ ജനിക്കുന്ന സർപ്പപ്രീതിയുള്ള പെൺകുട്ടിക്ക് ലഭിക്കുമെന്നും എല്ലാ വർഷവും ഇല്ലത്ത് ആയില്യം പൂജ നടത്തണമെന്നും പൂജയ്ക്ക് വിളക്ക് വെക്കേണ്ടത് ആയില്യം നക്ഷത്രജാതയായ പെൺകുട്ടികളെ ആയിരിക്കണമെന്നും നാഗരാജൻ അറിഞ്ഞു ചെയ്തു. അതിനുശേഷം എല്ലാ കാലത്തും ഇല്ലത്ത് ആയില്യം നക്ഷത്രജാതയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്കാണ് ക്ഷേത്ര നടപ്പിന്റെ അധികാരം ലഭിക്കുക. ആ പെൺകുട്ടിയെ ഇല്ലത്തിന് പുറത്തേക്ക് വേളിയഴിച്ചു കൊടുക്കില്ല. അവസാനത്തെ പെൺകുട്ടി പാർവതിയായിരുന്നു. പാർവതിയുടെ മരണശേഷം ആയില്യം നക്ഷത്രത്തിൽ ഇല്ലത്ത് പെൺകുട്ടികൾ ജനിച്ചിട്ടില്ല. അതെന്താ? പാർവതിക്ക് ശിവപ്രസാദൻ എന്നൊരു യജ്ഞനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. നാഗമാണിക്യം കവർന്നെടുക്കാൻ പാർവതി ശിവപ്രസാദനെ സഹായിച്ചു. കരിനാഗം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിവപ്രസാദൻ കരിനാഗത്തെ ഹിംസിച്ചു. നാഗഹത്യ ഘോര പാപ. അതും കാവ് കാക്കും കരിനാഗത്തെ. സർപ്പശാപത്താൽ ശിവപ്രസാദന് ജീവൻ നഷ്ടമായി. തൻ്റെ പ്രാണപ്രിയനെ നഷ്ടപ്പെട്ടതിലുള്ള മനോവ്യതയിൽ പാർവതി ആത്മഹത്യ ചെയ്തൊന്നും കരിനാഗ ദർശനമേറ്റ് പാർവതി മരിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കണു. കരിനാഗത്തെ ഹിംസിച്ചതിനാൽ ഇല്ലത്തിന് സർപ്പശാപം കിട്ടി. ഇല്ലത്ത് പെൺകുട്ടിയോളും വാഴില്ല. പാർവതിക്ക് ശേഷം ഇല്ലത്ത് ജനിച്ച വന്നു കയറിയ പെൺകുട്ടികളെല്ലാം ദുർമരണപ്പെട്ടു, കുട്ടിയൊഴികെ. അപ്പൊ ഞാനും മരിക്കുക മുത്തശ്ശ? അതൊക്കെ ഭഗവാന്റെ കയ്യിലല്ലേ കുട്ടിയെ. പുലരിക്കലമ്മ കുട്ടിക്ക് ഒന്നും വരുത്തില്ല, ഭയപ്പെടാതിരിക്കൂ. ശാപമോക്ഷം കിട്ടാൻ വഴിയൊന്നുമില്ലേ? ഉവ്, ഒരു വഴിയിരിക്കണം. ഇല്ലത്തെ ആയില്യം നക്ഷത്രത്തിൽ വീണ്ടും ഒരു പെൺകുട്ടി ജനിക്കണം. അവളുടെ സാന്നിധ്യത്തിന്റെ കാവിൽ ആയില്യം പൂജ നടത്തണം. അവള് സർപ്പക്കാവിൽ വിളക്ക് തെളിയിക്കണം. എന്നാലേ ഇല്ലത്തിന് ശാപമോക്ഷം കിട്ടും. പക്ഷെ പെൺകുട്ടികളെല്ലാവരും മരിക്കുകയാണല്ലോ. അപ്പൊ എങ്ങനെ ആയില്യം നക്ഷത്രക്കാരി കാവിൽ വിളക്ക് വെക്കും? എല്ലാത്തിനും അതിൻ്റെതായ സമയവും കാലവും ഉണ്ടല്ലോ കുട്ടിയെ. സമയമായി കാണില്ലായിരിക്കും. വല്യമ്പ്ര, ചന്ദ്രക്കാരടി മനയുന്ന ആള് വന്നിരിക്കണു. ശ്രീധരന്റെ ശബ്ദം. അത് കേട്ട് മുത്തശ്ശൻ പൂമുഖത്തേക്ക് ചെന്നു. നാളെ തിരുമേനി ഇവിടേക്ക് എഴുന്നള്ളുന്നുണ്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു. പ്രശ്നം വെക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു വെക്കാനും തിരുമേനി അരുൾ ചെയ്തു. ചന്ദ്രക്കാരടിമനയിൽ നിന്ന് വന്ന ദൂതൻ പറഞ്ഞു. ആയിക്കോട്ടെ, മുത്തശ്ശൻ പറഞ്ഞു.
പ്രശ്നം വെക്കുന്നുള്ള ഒരുക്കങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശം മുത്തച്ഛൻ ശ്രീധരന് നൽകി. വൈകുന്നേരം വർഷ പുലരിക്കില്ലത്തിന്റെ അമ്പലത്തിൽ തൊഴാനായി പുറപ്പെട്ടു. അമ്പലത്തിന് മുന്നിലുള്ള അമ്പലക്കുളം കണ്ടപ്പോൾ വർഷയൊന്ന് നിന്നു. നീല താമരകൾ നിറഞ്ഞ അമ്പലക്കുളം. നീല താമരകൾ വാടി തുടങ്ങിയിരുന്നു. എങ്കിലും അവയുടെ ഭംഗി ലവലേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വർഷക്കുളത്തിന്റെ പടവുകളിറങ്ങി കുളത്തിന്റെ ഏറ്റവും അറ്റത്തെ പടവിലിരുന്ന ശേഷം കുളത്തിലെ ജലത്തിൽ വർഷ കാലുകൾ മുക്കിവെച്ചു. നീല താമരകളുടെ ഭംഗി കണ്ട് സ്വയം മറന്നിരുന്ന വർഷയുടെ കൺമുമ്പിൽ വീണ്ടും ദൃശ്യങ്ങൾ തെളിഞ്ഞു. താമരക്കുളത്തിലെ ചെളിയിലേക്ക് ആണ്ടുപോകുന്ന ഒരു മനുഷ്യൻ. മരണവെപ്രാളത്തോടെ ആരെയോ നോക്കി സഹായം അഭ്യർത്ഥിക്കുന്ന ശിവപ്രസാദനായിരുന്നു ആ മനുഷ്യൻ. അധികം വൈകാതെ ശിവപ്രസാദനെ ചെളി വിഴുങ്ങി. ആരോ തട്ടി വിളിച്ച വർഷ സ്വപ്നലോകത്തിൽ നിന്ന് ഞെട്ടുണെന്ന് ചുറ്റും നോക്കി. തന്റെ പിറകിൽ നിൽക്കുന്ന അനിരുദ്ധിനെ കണ്ട് വർഷ ചിരിക്കാൻ ശ്രമിച്ചു. ചിരിക്ക് വോൾട്ടേജ് പോരല്ലോ, അനിരുദ്ധ് കളിയായി പറഞ്ഞു. വർഷ പുഞ്ചിരിച്ചു. എന്താടി പെണ്ണെ കുളത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്നു? സ്വപ്നം കാണുകയാണോ? അല്ല, ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരുന്ന. എന്തേ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ? സാറില്ല, കുറച്ചു ദിവസം കഴിയുമ്പോൾ അച്ഛൻ വരുമല്ലോ. തൊഴുതായിരുന്നോ? അമ്പലത്തിലേക്ക് നോക്കിക്കൊണ്ട് അനിരുദ്ധൻ ചോദിച്ചു. ഇല്ല. എങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് തൊഴാം. വർഷയും അനിരുദ്ധും കൂടി പുലരിക്കലില്ലത്തിന്റെ അമ്പലനടക്കിലെത്തി ദേവിയെ തൊഴുതു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന അനിരുദ്ധിനെ വർഷ വീക്ഷിച്ചു. കുറ്റിത്താടിയും തിളക്കമുള്ള ചർമ്മവും മുടിയഴകളും ഐശ്വര്യവുമുള്ള മുഖവുമുള്ള അനിരുദ്ധ്. കാണാൻ കൊള്ളാമെന്ന് ചിന്തിച്ചുകൊണ്ട് ചുണ്ടുകളിൽ ചെറുപുഞ്ചിരിയോടെ വർഷ നിന്നു. അനിരുദ്ധിനെ അനുകരിച്ചുകൊണ്ട് വർഷ തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ട് തന്റെ ഉദ്യമത്തിൽ താൻ വിജയിക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു. വർഷ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന നേരം അനിരുദ്ധ് തന്റെ കണ്ണുകൾ തുറന്ന് വർഷയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിന്നു. പെട്ടെന്ന് വർഷ തന്റെ കണ്ണുകൾ തുറന്ന് എന്തായെന്ന് ചോദ്യഭാവത്തിൽ അനിരുദ്ധിനെ നോക്കി. ഇരു കണ്ണുകൾ അടച്ചുകൊണ്ട് അനിരുദ്ധ് ഒന്നില്ലെന്ന് വർഷയോട് പറയാതെ പറഞ്ഞു. ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെച്ച ശേഷം വർഷയും അനിരുദ്ധും പ്രസാദം വാങ്ങി. ദേവിയുടെ അമ്പലമായതിനാൽ മഞ്ഞളും കുങ്കുമവും താമരപ്പൂക്കളുമാണ് വൈകുന്നേരം പ്രസാദമായി ലഭിക്കുക. അമ്പലത്തിന് പുറത്തിറങ്ങി ചുറ്റമ്പലം പ്രദക്ഷിണം നടത്തവേ അനിരുദ്ധ് വർഷയുടെ നെറ്റിൽ കുങ്കുമം ചാർത്തി കൊടുത്തു. താമരയിതൾ മുടി ചൂടിക്കൊള്ളൂ, അനിരുദ്ധ് പറഞ്ഞു. താമരയിതൾ വർഷ തന്റെ കേശവാരിൽ ചൂടി. ചുറ്റമ്പല പ്രദക്ഷിണം കഴിഞ്ഞ് വർഷ അനിരുദ്ധ് ഇല്ലത്തേക്ക് മടങ്ങി. വർഷ തന്റെ മുറിയിൽ പ്രവേശിച്ചു. അനിരുദ്ധ് വന്നതിനാൽ തന്റെ ചിന്താധാരക്ക് ഭംഗം വന്നിരിക്കുന്നു. ഇനി സ്വസ്ഥമായി ചിന്തിക്കാം. താമരക്കുളത്തിൽ താൻ ശിവപ്രസാദിന്റെ മരണമാണ് കണ്ടത്. അല്ല, കൊലപാതകം, മറ്റൊരു കൊലപാതകം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.